സെലൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ. പറയൂ. അപ്രതീക്ഷിതമായിട്ട് ഒരു കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി TV സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ 500 രൂപ 1000 രൂപ കറൻസി നോട്ടുകൾ നിരോധിച്ച ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായി. പലരും ATMന്റെ വാതിക്കെ ക്യൂ നിന്ന വിഷമിച്ച സംഗതികളും ഉണ്ടായി. പക്ഷേ അതൊരു വിപ്ലവകരമായ തീരുമാനമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടു. കാരണം വ്യാജ നോട്ടുകൾക്കെതിരെയുള്ള ഒരു ഉറച്ച തീരുമാനം എന്ന രീതിയിലാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത്. പിന്നീട് അതിന് മറ്റു വ്യാഖ്യാനങ്ങളുണ്ടായെങ്കിൽ പോലും. പക്ഷേ സമാനമായ രീതിയിൽ ഇപ്പോൾ 500 രൂപ 100 രൂപ നോട്ടുകൾക്ക് അത്തരത്തിലുള്ളൊരു നിയന്ത്രണമോ നിരോധനമോ ഇങ്ങനെ ആലോചനയിലുണ്ട് എന്ന വാർത്ത അന്തരീക്ഷത്തിൽ പരക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോഴും വരുന്നു. അടുത്ത ഒരു നോട്ട് നിരോധനം വരുന്നോ എന്ന തരത്തിൽ. എന്താണ് സാർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? പ്രേം ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ വിപ്ലവകരമായിട്ടുള്ള ഒരു നോട്ട് നിരോധനം, നോട്ട് 500ന്റെ നോട്ട്, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. അത് വിമർശനങ്ങളും അതുപോലെ ഉയർത്തി. അന്ന് എടുത്ത തീരുമാനത്തിന് തുല്യമായിട്ട് ഇപ്പൊ വീണ്ടും ചില ആശങ്കകൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. ഈ ആശങ്കകൾ പക്ഷെ മറ്റൊരു തരത്തിലുള്ളതാണ്. അതായത് നിലവിലുള്ള 500ന്റെയും 100ന്റെയും കടലാസ് നോട്ടുകൾ പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെ നിരോധനമല്ല ഇപ്പോൾ ഉള്ളത്, പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. സർക്കാർ അതിന് പറയുന്ന കാരണം നിലവിലുള്ള പേപ്പർ നോട്ടുകൾ വളരെ വേഗത്തിൽ അത് നശിച്ചു പോകുന്നു. പല രീതിയിൽ, പല കാരണങ്ങളാൽ അത് കേടായി പോകുന്നു. അതിലെ പല രീതിയിൽ അഴുക്കായിട്ട് പിന്നെ ഉപയോഗശൂന്യമായിട്ട് പോകുന്നു. ഈ നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് വലിയ ചിലവുണ്ട്. കഴിഞ്ഞ വർഷം നോട്ട് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിച്ചത് 6372 കോടി രൂപയാണ്. ഇത് അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെക്കാൾ 24-നേക്കാൾ അധികമാണ്. 12% കൂടുതലാണ്. 24-ലെ 5101.4 കോടിയാണ് നോട്ട് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിച്ച തുക. അപ്പോൾ ദീർഘനാൾ നിലനിൽക്കുന്ന നോട്ടിലേക്ക് മാറേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. പ്ലാസ്റ്റിക് ആയിരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ കടലാസിന് പകരമുള്ള വസ്തു. അത് വളരെ പ്രത്യേകതരം പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക്കുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തണ്ട. നമ്മുടെ കൈവശം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് പോലെ തന്നെ വളരെ വേഗത്തിൽ മടക്കാനും എന്നാൽ അതിന് ചുളിവുകളോ ഒന്നും വീഴാത്തതുമായിട്ടുള്ള നോട്ടായിരിക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. അത് നമുക്ക് പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഒക്കെ സാധാരണ നോട്ട് വെക്കുന്ന പോലെ തന്നെ മടക്കി വെക്കാം. ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ദീർഘനാൾ ഉപയോഗിക്കാം. വളരെ ഭാരം കുറവുള്ളതായിരിക്കും. കടലാസ് പോലെ തന്നെ ഉള്ളതായിരിക്കും. ആ കടലാസിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊക്കെ ഈ നോട്ടിനും ഉണ്ടാകും. എന്നാൽ അതിനുള്ള ദോഷങ്ങളൊട്ടും ഉണ്ടാവുകയുമില്ല. വെള്ളത്തിൽ വീണാൽ നനയില്ല. സാധാരണഗതിയിൽ നമ്മുടെ കൈവശമുള്ള നോട്ട് ഇപ്പോൾ മഴയത്തൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള സത്യമാണ്. ഇപ്പൊ നമുക്കൊക്കെ തന്നെ, എനിക്കൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട് അങ്ങനെ. നമ്മൾ ചില സമയത്ത് നമ്മൾ ഓർക്കില്ല, പിന്നെ അത് എടുത്തിട്ട് എത്രമാത്രം നമ്മൾ വിഷമിക്കും. അത് ഉണക്കിയെടുക്കാനും ഒക്കെ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ ഈ നോട്ടിന് ധൈര്യമായിട്ട് അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഉറപ്പിക്കാം. പക്ഷെ ഇത് അങ്ങനെയൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഒരുപാട് മറ്റ് കാരണങ്ങളുണ്ട്. ആദ്യത്തെ നോട്ട് നിരോധനം കള്ളപ്പണത്തിനെതിരെ മാത്രമായിരുന്നില്ല, കള്ളനോട്ടിനെതിരെയുമായിരുന്നു. അതായത് കൗണ്ടർഫിറ്റ് കറൻസി. പാകിസ്ഥാനിലെ ഈ ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നതിന് ശേഷം പാകിസ്ഥാനിലെ ഈ വ്യാജ നോട്ട് നിർമ്മിക്കുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത്. കാരണം അയാളായിരുന്നു ISIക്ക് വേണ്ടിയിട്ട് ഈ നോട്ടുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വ്യാജ നോട്ടുകൾ, ഒറിജിനൽ നോട്ടിനെ വെല്ലുന്ന വ്യാജ നോട്ടുകൾ, അത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അത് കേരളത്തിൽ പലയിടത്തും ATM വഴി കള്ളനോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്ത്, മണ്ണൂത്തി തൊട്ട് തൃശ്ശൂർ നഗരം വരെയുള്ള ഭാഗത്ത് പലപ്പോഴും പല ATMകളിലും, അതായത് SBIയുടെ ബാങ്ക് ATMൽ നിന്ന് പോലും കള്ളനോട്ട് പുറത്തു വന്നതായിട്ടുള്ള
പരാതി ആ കാലഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഇത് പലപ്പോഴും ബാങ്കിനെ അറിയിക്കുമ്പം രഹസ്യമായിട്ട് ഈ നോട്ട് കൈവശമുള്ള ആളിനെ വിളിച്ചിട്ട് ആ നോട്ട് വാങ്ങിച്ച് അത് നശിപ്പിച്ച് കളയും, അയാൾക്ക് പുതിയ നോട്ട് കൊടുക്കുകയും ചെയ്ത് അയാളുടെ പരാതി ഒഴിവാക്കുകയാണ് ബാങ്കുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് ഇത് ATM-ൽ നിറയ്ക്കാനായിട്ട് ഏൽപ്പിക്കുന്ന ഏജൻസികളുടെ ഭാഗത്തു നിന്നാണ് ഈ പിഴവ് സംഭവിക്കുന്നത്. പിന്നീട് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ബാങ്കിനും വലിയ നാണക്കേടായിരിക്കും അത്. ആ വിഷയം അവർ പിന്നീട് അങ്ങ് ഒതുക്കി തീർക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ നാശമുണ്ടാക്കിയ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഈ കള്ളനോട്ടിന്റെ കൗണ്ടർഫീറ്റ് കറൻസിയുടെ വൻതോതിലുള്ള ഒഴുക്ക്. കാരണം ഇതൊരു രാജ്യം തന്നെ മറ്റൊരു രാജ്യത്തിന്റെ നോട്ട് നിർമ്മിച്ചിറക്കുകയാണ്. അങ്ങനത്തെ അല്ലാതെ വ്യക്തികൾ നിർമ്മിക്കുന്ന നോട്ടല്ല. അത് കാരണം പല കാര്യങ്ങളിലും ഇത് പെർഫെക്ഷന്റെ അടുത്ത് എത്തുമായിരുന്നു. എന്തായാലും ഈ പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറങ്ങുന്നതോടുകൂടി ഈ വീണ്ടും ഒരു ശുദ്ധീകരണം നടക്കും. ഇപ്പം ഒരു ശുദ്ധീകരണം കൊണ്ടൊന്നും കള്ളനോട്ടോ കള്ളപ്പണമോ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകില്ല. അത് നിരന്തരമുള്ള ഒരു പ്രക്രിയ ആയിരിക്കണം. ഇപ്പോൾ സംഭവിക്കുന്നത് ആ ഒരു പ്രക്രിയയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരം നോട്ടുകൾ 500-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേടാകുന്നത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകുന്നതെന്നാണ് RBI കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം നോട്ടുകൾ പ്രിന്റിങ് വളരെ കുറയുകയും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഈ നോട്ടുകൾ ബാങ്കുകളിൽ എത്തുമ്പോൾ പിന്നീട് തിരിച്ച് മാർക്കറ്റിലോട്ട് എത്തുന്നത് ഈ പ്ലാസ്റ്റിക് നോട്ടുകളായിരിക്കും. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കൗണ്ടർഫീറ്റ് കറൻസിക്കാർക്ക് വലിയൊരു അടിയായിരിക്കും. കാരണം അവർക്കിനിയും പുതിയ മൊത്തത്തിൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അതിന് കുറച്ച് കൊല്ലങ്ങളെടുക്കും. അപ്പം എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഈ ഒരു നടപടി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. RBI ഇതിനോടകം തന്നെ ഈ വിഷയം യോഗം ചേർന്നിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ഇങ്ങനെ ഒരു ശ്രമം പണ്ടും ആലോചിച്ചിരുന്നു. പക്ഷെ അന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായത് ഈ പ്ലാസ്റ്റിക് ബേസിൽ നിർമ്മിക്കുന്ന നോട്ടുകൾ ATM-ന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. ATM-ന്റെ സ്കാനറുകളിൽ ഈ നോട്ട് അത് വായിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടും. അങ്ങനെ നമ്മളിപ്പം 2000 രൂപ ATM-ൽ പോയി പിൻവലിക്കാൻ ഓർഡർ കൊടുത്താലും ATM-ന് പലപ്പോഴും അത് സാധിക്കുന്നില്ല. നോട്ട് പുറത്തു വരില്ല, സ്റ്റക്കായി പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രതിസന്ധി എല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള നോട്ടുകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്ര തിന്നായിട്ടുള്ള, അതായത് അത്ര ലോലമായിട്ടുള്ള നോട്ടുകൾ, കട്ടി കുറവുള്ള നോട്ടുകൾ അത് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കും ഇത് ലോഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ചില വാർത്തകൾ അനുസരിച്ച് ആദ്യം 10 രൂപ നോട്ടുകളായിരിക്കും പ്ലാസ്റ്റിക് സബ്സ്ട്രേറ്റിൽ നിർമ്മിക്കുന്നതെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ 5 രൂപയുടെ നോട്ട് കിട്ടാനുണ്ടോ? എന്ത് തോന്നുന്നു പ്രേമിനെ? കോയിനാണ് കൂടുതലായിട്ടും വരുന്നത്. അതെ, അതാണ് എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. 5 രൂപയുടെ നോട്ടൊക്കെ നമ്മൾ കാണുന്നതേ ഇല്ല. 10 രൂപയുടെ ആണെങ്കിലും 20 രൂപയുടെ എന്റെ അറിവ് പ്രകാരം 5 രൂപ കറൻസി ഒക്കെ പിൻവലിക്കപ്പെട്ടു എന്നാണ് എന്റെ ഒരു അറിവ്. പെട്ടു. അതെ, ശരിയായിരിക്കണം. അത് ഈ 10 രൂപയുടെ ആണെങ്കിലും 20 രൂപയുടെ ആണെങ്കിലും ധാരാളം കോയിൻ, ഇപ്പൊ 10 രൂപയുടെ കാര്യത്തിൽ കോയിൻ ധാരാളം ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ. ഇപ്പൊ സർക്കാർ പതുക്കെ 10 രൂപയുടെ നോട്ടുകൾ പതുക്കെ മാർക്കറ്റ്, കാരണം ഈ നോട്ട് പ്രിന്റ് ചെയ്യാനുള്ള ചെലവും നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് കൊല്ലങ്ങളെ ഉപയോഗത്തിലുള്ളൂ. അത് മാത്രമല്ല സാർ, ഇതില് മറ്റൊരു സുപ്രധാന സംഗതി ഉള്ളത്, ഈ 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ കറൻസിയുടെ വ്യാജന ഏതാണ്ട് ഒഴിവാക്കാൻ പറ്റും പൂർണ്ണമായിട്ടും കോയിൻ രൂപത്തിൽ വരുന്നതുകൊണ്ട്. അങ്ങനെ ഒരു ആശയമുണ്ട് അതിന്റെ. അല്ലല്ല, തീർച്ചയായിട്ടും ശരിയാണത്. കാരണം ഈ 10-ന്റെയും 5-ന്റെയും ഒക്കെ നോട്ടുകൾ പ്രാദേശികമായി തന്നെ അടിച്ച് ഇറക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഈ ചെറിയ ഡിനോമിനേഷൻ നോട്ടായതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കില്ല. ഇപ്പൊ നമ്മൾ 10 രൂപയുടെ നോട്ടുമായിട്ട് ഒരു കടയിൽ ചെന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ നോട്ട് പോലും നോക്കുന്നില്ല, എടുത്ത് അങ്ങ് പെട്ടിക്കകത്ത് വെക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരാൾക്ക് പലയിടത്തായിട്ട് പല 10 രൂപകൾ ചിലവാക്കാമല്ലോ. 500-ന്റെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സൂക്ഷ്മത കാണിക്കും അതിനകത്തില്. അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. ഈ എന്തായാലും ശരി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പറയുന്ന കാരണം ഇതാണെങ്കിലും കള്ളനോട്ടിനെതിരെയുള്ള തുടർ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൗണ്ടർഫിറ്റ് കറൻസി, കള്ളപ്പണമെന്നല്ല ഞാൻ പറയുന്നത്, കള്ളനോട്ടിനെതിരെയുള്ള ആ ഒരു കൗണ്ടർഫിറ്റ് കറൻസിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു 2ാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ ഈ വാർത്തകളൊക്കെ വരുമ്പോഴും
ഇതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും ന്യായം തോന്നാനുള്ള കാരണങ്ങളുണ്ട്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് ബാങ്കുകളുടെ മേൽ വലിയ പിടി മുറുക്കുന്നുണ്ട് സർക്കാർ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ബാങ്കുകൾ. യഥാർത്ഥത്തിൽ ഞാൻ ഇതുമായിട്ട് ഈ വിഷയത്തിൽ പ്രത്യക്ഷമായിട്ട് ഈ വിഷയം അല്ലെങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയമാണ്. അത് നമുക്കൊന്ന് പരാമർശിച്ചിട്ട് പോകാം. അതായത് നമ്മുടെ രൂപയുടെ മൂല്യം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കുത്തനെ താഴോട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമൊന്നുമല്ല, ഇന്ത്യക്ക് കടക്കണിയിലൊന്നുമല്ല ഇന്ത്യ. പിന്നെന്താണ് ഈ രൂപയുടെ മൂല്യം താഴോട്ട് പോകുന്നത്? ഒന്ന്, അതിനൊരു കാരണമുണ്ട്. ഈ വിദേശത്തു നിന്നും വലിയ തോതിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നും മൂലധനം പിൻവലിക്കുന്നുണ്ട്. അത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞ് സർക്കാർ ഒരു ടാക്സ് ഇറക്കിയിരുന്നു. ആ ടാക്സ്, അതായത് പിന്നെ അവരിവിടെ കൊണ്ട് ഒരു 10 കോടി രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കുന്നു, അതിൽ നിന്ന് അവർക്ക് ഒരു 5 കോടി രൂപ ലാഭം കിട്ടുന്നു ഒരു വർഷം കൊണ്ട്. ആ ഒരു വർഷത്തിന് ശേഷം ആ ലാഭം കിട്ടുമ്പോൾ സർക്കാർ 12% നികുതി ഈടാക്കുന്നു. ആ നികുതി കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ഇത് കൂടാതെ വേറെ നികുതിയുണ്ട്. അപ്പോൾ വലിയൊരു നികുതി ഇനത്തിൽ അവർക്ക് ലാഭം പോകുന്നു. അങ്ങനെ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ച് അതൊരു വലിയ ഗുണമൊന്നുമില്ല. എന്ന് 20% അല്ലാതെ മറ്റു നികുതികളുണ്ട്, 20% വരുന്നു. അങ്ങനെ മൊത്തം 32-35% നികുതി പോകുക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കും. അപ്പോൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കേണ്ട എന്നങ്ങ് തീരുമാനിക്കും. അപ്പോൾ അതിന് ഈ നികുതി ഇപ്പോൾ സർക്കാർ കുറയ്ക്കുന്നുണ്ട്. അതൊരു കാരണമാണ്. മറ്റൊരു കാരണം ആയിട്ട് പറയുന്നത്, ഇന്ത്യയിലെ ബാങ്കുകൾ ഈ ഒരുപാട് ഡോളർ ഹെഡ്ജ് ചെയ്യുക എന്ന് പറയും. അതായത് ബാങ്കിന് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം നികത്താനായിട്ട് വേറൊരു ഭാഗത്ത് ഒരു നിക്ഷേപം നടത്തും, അല്ലെങ്കിൽ ഒരു നീക്കം നടത്തും. ആ നീക്കം ഈ ബാങ്കുകൾ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് ഡോളർ വാങ്ങിച്ചു കൂട്ടിയിരിക്കും. ബാങ്കുകൾ ഇങ്ങനെ ഈ ഡോളർ ഊഹക്കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് പണം കൈ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കുകൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ബാങ്കുകളുടെ ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കാനാണ് പെട്ടെന്ന് സർക്കാർ ഇടപെട്ടിരുന്നു. RBI ബാങ്കുകൾക്കൊക്കെ പിടിവിട്ടിരുന്നു. ഇത്തരം, അതായത് ഒരു ദിവസം പരമാവധി നടത്താവുന്ന ഊഹക്കച്ചവടത്തിന് ഒരു തുകയ്ക്ക് ലിമിറ്റൊക്കെ ഏർപ്പെടുത്തുകയും അല്ലാതെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കെതിരെ കർശന നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. അതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ 100 താഴെ പോയതിന് രൂപയുടെ മൂല്യം എന്നാണ് പറയുന്നത്. ഒരു ഡോളറിന്റെ വില 100 രൂപയ്ക്ക് മുകളിൽ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. കാരണം ബാങ്കുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെ പലതും ചെയ്തു. ഒരു പ്രമുഖ ബാങ്കിന്റെ ചെയർമാൻ പെട്ടെന്ന് രാജിവെച്ചു. അത് എന്താണെന്ന് ഇപ്പോഴും ആർക്കും കാര്യം പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഊഹക്കച്ചവടങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പൊ കറൻസിയുടെ കാര്യത്തിൽ സർക്കാർ വളരെ കൃത്യമായിട്ട് ചില നടപടികൾക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വാർത്ത വന്നത്. എന്തായാലും ശരി, എൻ്റെ ഒരു വിലയിരുത്തലിൽ സർക്കാർ കള്ളപ്പണത്തിനും കള്ളനോട്ടിനുമെതിരെ, രണ്ടിനും എതിരെ കർശനമായ നടപടികളുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമുക്കറിയാം, ഈ ഇലക്ട്രോണിക്സ് ഇടപാടുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ സാധാരണ മീൻ കച്ചവടക്കാരുടെ പോലും കയ്യിലെ സ്കാനർ ഉണ്ട്, പൂക്കടയിൽ ചെന്നാലും സ്കാനറുണ്ട്, എവിടെയാണേലും സ്കാനറുണ്ട്. പക്ഷേ എന്നിരുന്നാലും സർക്കുലേഷനുള്ള നോട്ടിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഈ 11.5% നോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം കൂടിയത്. അതെന്തുകൊണ്ടാണ്? വലിയ ഇടപാട് നടത്തുന്ന ചിലർ ഇപ്പോഴും നോട്ടിലാണ് നടത്തുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ പിന്നെ ഇലക്ട്രോണിക്സ് ഇടപാട് നമുക്ക് സൗകര്യമാണ്, കാരണം നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. പക്ഷെ മറച്ചു വെക്കേണ്ട പല ആൾക്കാരും നോട്ടിൽ ഇപ്പോഴും വലിയ ഇടപാടുകൾ നടത്തുന്നുണ്ട്. നോട്ട് വലിയ തോതിൽ ഇപ്പോഴും സർക്കുലേഷനിലുണ്ട്. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് അഥവാ പോളിമർ നോട്ടിലേക്കുള്ള ഒരു മാറ്റം എന്നത് സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരുപാട് സൂക്ഷ്മ വശങ്ങളും കൂടെയാണ്. ഇതിന്റെ പിന്നിലുള്ള ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ ഈ നമ്മുടെ സമ്പദ്ഘടനയിൽ സംഭവിക്കുന്ന, സർക്കാരിന്റെ ഇടപെടലിനും അപ്പുറത്തായിട്ട് സംഭവിക്കുന്ന അതിലൊക്കെ ഉള്ള പഴുതുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾ, അത് പിടിക്കാനായിട്ട് സർക്കാർ വീണ്ടും തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 60ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ പോളിമർ അഥവാ പ്ലാസ്റ്റിക് ബാങ്ക് നോട്ടുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അത് ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും അതിലാണ്, ചില രാജ്യങ്ങൾ ഭാഗികമായിട്ടുമാണ്. 1998 ഇത് ഓസ്ട്രേലിയ തുടങ്ങുന്നത്. അവർ $10 നോട്ട് ഇറക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സിംഗപ്പൂര്, മലേഷ്യ, ഇങ്ങനെ നിരവധി രാജ്യങ്ങളിലെ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ സബ്സ്ട്രേറ്റ് നോട്ടുകൾ
പ്രചാരത്തിലുണ്ട്. അത് വലിയ വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. അത് ജനപ്രിയവുമായിട്ടിരിക്കുകയാണ്. കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പവും കേടാകാതിരിക്കുക എന്നുള്ള ഒരു സൗകര്യവും അതെല്ലാം തന്നെ ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ തീരുമാനം സമ്പദ്ഘടനയിലും ഒരു സംശയം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ. ഇത് സാറ് പറഞ്ഞു ഇപ്പോൾ ചെറിയ ഡിനോമിനേഷനിൽ പ്ലാസ്റ്റിക് കറൻസി വരും. ഇപ്പം മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയതിന് സമാനമായി ഗ്രാജുവലി ഇത് നമ്മുടെ കയ്യിലുള്ള പേപ്പർ കറൻസി മാറ്റിയെടുക്കാനുള്ള ഒരു സമയവും സൗകര്യവും കൂടി നൽകിക്കൊണ്ടായിരിക്കുമല്ലോ വരിക. തീർച്ചയായിട്ടും ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണെന്ന്. കഴിഞ്ഞ തവണ സർക്കാർ സത്യത്തില് അതിന്റെ വലിയൊരു ആവശ്യം ഇല്ലായിരുന്നു. അത് പിന്നെ കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ നടപടിയിൽ അതില് ചില പാകപ്പിഴകൾ ചിലയിടത്ത് സംഭവിച്ചിരുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതാണെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. പക്ഷെ നിശ്ചയമായിട്ടും ഇപ്രാവശ്യം അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കറ്റിൽ നിന്നുമുള്ള നോട്ടുകൾ ബാങ്കുകളിൽ എത്തുന്ന മുറയ്ക്ക് അത് പതുക്കെ അപ്രത്യക്ഷമാകും. അത് തിരിച്ച് വീണ്ടും അത് സർക്കുലേഷനിലേക്ക് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ നോട്ടുകളായിരിക്കും റീപ്ലേസ് ചെയ്യുക. അതായത് റിസർവ് ബാങ്ക് അടിച്ച നോട്ടുകൾ എത്രയുണ്ടോ അത് തിരിച്ചു വരും. അല്ലാത്ത രൂപയുടെ കറൻസിക്ക് സംഭവിച്ചതുപോലെ അല്ലേ? 2000 രൂപയുടെ കറൻസിക്ക് സംഭവിച്ചതുപോലെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അപ്പൊ പരിഭ്രാന്തപ്പെടാനൊന്നുമില്ല ഈ നമ്മുടെ വാർത്ത കണ്ടിട്ട്. പക്ഷെ അതേസമയം തന്നെ ഈ കള്ളനോട്ടും കള്ളപ്പണവുമായിട്ടിരിക്കുന്നവര് അല്പം പരിഭ്രാന്തപ്പെടാനുള്ള കാരണങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ സംഭവ വികാസങ്ങളും അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ.